ജമ്മുകശ്മീരിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ വാതായനങ്ങളും സാധ്യതകളും തുറന്നിട്ട് താഴ്വരയിലേക്ക് ട്രെയിൻ കൂകി വിളിച്ചെത്തുകയാണ്. ലോകത്തെ ഏറ്റവും ഉയരമേറിയ ആർച്ച് റെയിൽ പാലം ജമ്മുകശ്മീരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ കേബിൾ നിർമ്മിത പാലമായ 5 ഘട്ടം തുറന്നുകൊടുത്തു. കശ്മീരിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ റെയിൽ പാതയായ ചെനാബ് പാലത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് ന്യൂസ് ഡീകോഡ് പരിശോധിക്കുന്നത്. ഉയരങ്ങളിൽ ചെനാബ് പാലം എന്താണ്, എത്ര കണ്ട് ഉയരത്തിലാണ് ഈ ചെനാബ് പാലം ഉള്ളത്, എന്തൊക്കെയാണ് ഈ ചെനാബ് പാലത്തിന്റെ സവിശേഷതകൾ എന്ന് വിശദമാക്കുകയാണ് ഇനി. ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലം എന്നുള്ള ബഹുമതിയാണ് ഇപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ജമ്മു കാശ്മീരിലെത്തി ഉദ്ഘാടനം ചെയ്തതോടെ ചെനാബ് പാലം സ്വന്തമാക്കിയിരിക്കുന്നത്. ലോകത്ത് ഇതുവരെ ഇങ്ങനെ ഒരു ആർച്ച് റെയിൽ മേൽപ്പാലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ബഹുമതി ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ഈ പാലം സ്വന്തമാക്കിയിരിക്കുന്നു. ഉയരം 359 മീറ്ററാണ് ഈഫൽ ടവറിന്റെ. എന്തുകൊണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലമാകുന്നു എന്ന ചോദ്യത്തിന് നമുക്കൊരു താരതമ്യം വേണം. സ്വാഭാവികമായും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവറുകളിലൊന്നായ ഈഫൽ ടവറിനെ ഇതെങ്ങനെ മറികടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈഫൽ ടവറിന്റെ ഉയരം 330 മീറ്ററാണ്. നമ്മുടെ ചെനാബ് പാലത്തിന്റെ ഉയരം 359 മീറ്ററാണ്. എന്ന് വെച്ചാൽ ഈഫൽ ടവറിനേക്കാളും 29 മീറ്റർ ഉയരം കൂടുതലാണ് ചെനാബ് പാലത്തിന്. നീളം 1.32 കിലോമീറ്ററാണ്. 1.5 കിലോമീറ്ററിനടുത്ത് നീളമുണ്ട് ചെനാബ് പാലത്തിന്. മൊത്തം വന്ന ചെലവ് 1486 കോടിയാണ്. വർഷങ്ങളായി അതിന്റെ പണി തുടങ്ങിയിട്ട്. ഒരുപക്ഷെ ജമ്മു കശ്മീറുകാർ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു പാലം കൂടിയായിരുന്നു. ഇനിയിപ്പോൾ ജമ്മു കശ്മീരിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മാത്രമല്ല താഴ്വരയിലെ ജനങ്ങൾക്കൊക്കെ വലിയ ആശ്വാസവും വലിയ പ്രതീക്ഷകളും നൽകുന്ന ഒരു ഗതാഗത മേഖലയും കൂടിയാണ് ഈ ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്യുന്നതിലൂടെ തുറന്നു കൊടുക്കപ്പെടുന്നത് എന്നതുകൂടി കാണണം. റിയാസി ജില്ല എവിടെയാണ്? ഇതിന്റെ കറക്റ്റ് ലൊക്കേഷനാണ് നമ്മൾ പരിശോധിക്കുന്നത്. ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിലെ കൗരി ബക്കൽ ഗ്രാമങ്ങൾക്കിടയിലാണ്. ചെനാബ് നദിക്ക് മുകളിലായി റിയാസി ജില്ലയിൽ കൗരി ബക്കൽ ഗ്രാമങ്ങൾക്കിടയിലാണ് ഈ റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നുകൂടി കാണണം. കാറ്റിനെയും ഭൂകമ്പത്തെയും ചെറുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജമ്മു കശ്മീരിലാണ്, താഴ്വരയിലാണ്, മലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്, നദിക്ക് മുകളിലാണ് ഒരു പാലം നിർമ്മിച്ചത് എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടുത്തെ പലതരത്തിലുള്ള പ്രതിസന്ധികളെ, കാലാവസ്ഥാപരമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ മാത്രം കെൽപ്പുള്ള ഒന്നാണോ ഈ നിർമ്മിക്കപ്പെട്ടത് എന്നുള്ള ചോദ്യം ഉയരാം. സ്വാഭാവികമായും യെസ് എന്നാണ് ഇതിനുള്ള ഉത്തരമായി ഇതിന്റെ കൊങ്കൺ റെയിൽവേ ലിമിറ്റഡ് എന്ന അതിന്റെ നിർമ്മാതാക്കൾ നൽകുന്ന മറുപടി. കാറ്റിനെയും ഭൂകമ്പത്തെയും ചെറുക്കാൻ കെൽപ്പുള്ള രീതിയിലാണ് അതിന്റെ നിർമ്മിതി. സ്വാഭാവികമായും ജമ്മു കശ്മീരിൽ ഒരു പാലമോ എന്തെങ്കിലും ഒരു നിർമ്മിതികൾ വരുമ്പോൾ വലിയ ഭീകരാക്രമണ ഭീഷണി എല്ലാ സമയവും നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഒരു വലിയ പാലം നമ്മൾ നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ഭീകരാക്രമണം ഉണ്ടായാൽ അത് തകരുമോ എന്നുള്ള ചോദ്യം ആദ്യം നമ്മുടെ മുന്നിൽ വരും. സ്വാഭാവികമായും യെസ് എന്നാണ് അതിന് മറുപടി നൽകുന്നത് നിർമ്മാതാക്കൾ. ഭീകരാക്രമണത്തെ ചെറുക്കാൻ ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീലാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പൂർണ്ണമായും സ്റ്റീൽ റോഡുകൾ ഉപയോഗിച്ചാണ് അതിൻ്റെ നിർമ്മിതി. അപ്പോൾ ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ച് കൊണ്ട് നിർമ്മിച്ചു എന്നുള്ളതിനാൽ തന്നെ എല്ലാത്തരം ഭീകരാക്രമണങ്ങളെയും ചെറുക്കാൻ പാലത്തിന് കഴിയും, ശേഷിയുണ്ട് എന്നുകൂടി നിർമ്മാതാക്കൾ പറയുന്നു. എത്ര ആയുസ്സുണ്ട് ഈ പാലത്തിന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. 120 വർഷത്തോളം നിലനിൽക്കാൻ കെൽപ്പുള്ള രീതിയിലാണ് അതിന്റെ നിർമ്മാണം എന്ന് കൊങ്കൺ റെയിൽവേ പറയുന്നു. 100 കിലോമീറ്റർ വേഗത്തിൽ അതിന് മുകളിലൂടെ ഒരു ട്രെയിനിന് സഞ്ചരിക്കാം, യാത്ര നടത്താം എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. ഇനിയിപ്പോൾ ഈ പാലത്തെ, ഈ ചെനാബ് നദിക്ക് മുകളിൽ നിർമ്മിച്ച ഈ ചെനാബ് പാലത്തിലൂടെ, ആ വഴിയിലൂടെ എത്ര സമയം, ഏതൊക്കെ സമയങ്ങളിൽ യാത്രയുണ്ട്, അത് വിനോദസഞ്ചാര മേഖലയ്ക്ക് എത്ര കണ്ട് ഗുണം ചെയ്യും, താഴ്വരയിലെ ജനങ്ങൾക്ക് അവരുടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് എത്ര കണ്ട് പരിഹാരമാകും എന്നൊക്കെയുള്ള ചോദ്യമാണ്. ആഴ്ചയിൽ 6 ദിവസം 4 വന്ദേ ഭാരത് സർവീസുകൾ ഇതിന് മുകളിലൂടെ സർവീസ് നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ അറിയിക്കുന്നത്.
ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള ലൈനാണ് ഇതുവഴി ബന്ധിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ അത് ശ്രീനഗർ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ശ്രീനഗറും കടന്ന് ഉധംപൂരിനെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് ഉധംപൂർ ബാരാമുള്ള ശ്രീനഗർ ലൈനായി ഇത് മാറിയിരിക്കുന്നു. ജമ്മുത്താവിയിൽ നിന്നും ശ്രീനഗറിലെത്താൻ 4.5 മണിക്കൂർ മാത്രം മതിയാകും ഈ റെയിൽവേ ലൈനിലൂടെ എന്നതും ശ്രദ്ധേയമാണ്. കശ്മീരിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ജമ്മു കശ്മീരിനെ നേരിട്ട് നമുക്ക് കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കാൻ എന്ന് വെച്ചാൽ ഈ ദേശീയ തലത്തിലുള്ള നമ്മുടെ റെയിൽവേ ശൃംഖലയുമായി കശ്മീരിനെ ബന്ധിപ്പിക്കാൻ ഇതുവരെ നമുക്ക് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ലൈൻ പ്രായോഗിക തലത്തിലേക്ക് വരുന്നതോടുകൂടി, ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി ശ്രീനഗറിനെയും കന്യാകുമാരിയെയും നേരിട്ട് റെയിൽവേ വഴി ബന്ധിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. കശ്മീരിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നു. നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് കൊങ്കൺ റെയിൽവേ ആണ്. 28,660 ടൺ സ്റ്റീൽ ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം. നേരത്തെ നമ്മൾ അത് സൂചിപ്പിച്ചിരുന്നു. ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീലാണ്. എന്ന് വെച്ചാൽ ഒരു ഭീകരാക്രമണം നടന്നാൽ തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മിതി. 28,660 ടൺ സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിസ്മയമായി അതിനിടയിൽ 5 ഘട്ട് കേബിൾ റെയിൽ പാലം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഈ ചെനാബ് നദിക്ക് മുകളിലായി 1.3 കിലോമീറ്റർ നീളത്തിൽ ഈ മേൽപ്പാലം മാത്രമല്ല ഉള്ളത്. ഈ പാതയിൽ, ഇതുമായി കണക്ട് ചെയ്യുന്ന പാതയിൽ വിസ്മയമായി 5 ഘട്ട് കേബിൾ റെയിൽ പാലവുമുണ്ട്. അതും മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ്. 653 കിലോമീറ്ററിലാണ് ഈ കേബിൾ പാലമുള്ളത്. കേരളത്തെക്കാൾ ദൂരം, കേരളത്തിലെ മുഴുവൻ റെയിൽവേ ലൈൻ്റെ നീളത്തേക്കാൾ കൂടുതൽ ഈ കേബിൾ റെയിൽ പാലം വരുന്നു എന്നുള്ളതാണ്. 640 കിലോമീറ്ററാണ് കേരളത്തിലെ മൊത്തം റെയിൽവേ ലൈനിന്റെ നീളം. അതിനേക്കാൾ കൂടുതൽ ഈ കേബിൾ പാലമുണ്ട് എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ്. അപ്പോൾ ഇതാണ് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിശദമാക്കാനുള്ളത്. ഇനി ഇതിന്റെ രാഷ്ട്രീയ മേഖലയിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട്. എങ്ങനെയാണ്, എത്ര കണ്ട് വലിയൊരു നേട്ടമായി BJP ഇതിനെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കശ്മീരിലെത്തിയപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞത്? എത്ര വലിയൊരു നാഴികക്കല്ലായി ഈ പാലം അവിടെ ജമ്മു കശ്മീരിന്റെ ഗതാഗത മേഖലയിൽ, വിനോദസഞ്ചാര മേഖലയിൽ എത്ര വലിയൊരു നേട്ടമായി മാറുന്നുണ്ട് എന്നതിൻ്റെ കുറെ കൂടി ആഴത്തിലുള്ള വിവരങ്ങൾ കൂടി പരിശോധിക്കണം. ഞങ്ങളുടെ ഡൽഹി പ്രതിനിധി സജു തോമസ് ചേരും. സജുവിന്റെ റിപ്പോർട്ടിലേക്ക്. നിർമ്മാണ വൈഭവത്തിൽ ഇന്ത്യ ലോകത്തിനു മുൻപിൽ കാഴ്ചവെക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വലിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മു കാശ്മീരിൽ രാജ്യത്തിനായി സമർപ്പിച്ചത്. ചെനാബ് പാലവും ആൻജി പാലവും ലോകത്തെ തന്നെ വലിയ വിസ്മയങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിന്റെ സാമൂഹികമായും സാമ്പത്തികമായും അതുപോലെ ജമ്മു കാശ്മീരിന്റെ വിനോദസഞ്ചാര മേഖലയെ ലോകത്തിനു മുൻപിൽ പുതിയ വാതായനങ്ങൾ തുറക്കുകയാണ് ഇന്ത്യ. ഏറ്റവും വലിയ നിർമ്മാണ വൈഭവത്തിൽ ഇന്ത്യൻ റെയിൽവേ ഏകദേശം 1400-ലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ആർച്ച് പാലവും അതുപോലെ ആൻജി പാലവും ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വലിയ പദ്ധതിയായി നിലനിൽക്കുകയാണ്. എന്തായാലും ജമ്മു കാശ്മീരിന്റെ ചരക്കു ഗതാഗതവും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും പുതിയ വാതായനങ്ങളാണ് ഇതിലൂടെ ഇന്ത്യ തുറന്നു കാട്ടുന്നത്. പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീകരാക്രമണങ്ങളൊക്കെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെയും കൃത്യമായ രീതിയിലുള്ള മറുപടിയാണ് ഇന്ത്യ ഇന്ന് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ അത് തന്നെയാണ്. ഇന്ത്യയുടെ വികസനത്തിൽ ജമ്മു കാശ്മീരിന്റെ പൂർണ്ണമായിട്ടുള്ള വികസനത്തിൽ രാജ്യം ഒട്ടും പിന്നോട്ടില്ല, അതിൽ മുന്നോട്ട് തന്നെയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും ആവർത്തിച്ചത്. ജമ്മു കാശ്മീരിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനൊപ്പം തന്നെ ഈ പാലം വരുന്നതോടുകൂടി ജമ്മു മേഖലയും താഴ്വര മേഖലയും കശ്മീർ താഴ്വരയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 40 വർഷങ്ങളായുള്ള ഇന്ത്യയുടെ ഒരു ചിരകാല സ്വപ്നമാണ് ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നത്. താഴ്വര മേഖലയും ജമ്മു മേഖലയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കൂടി തന്നെ ജമ്മു മേഖലയുടെ ഒരു ആത്യന്തികമായ മാറ്റമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതോട് ഒപ്പം തന്നെ അവിടുത്തെ വാസ്തുശില്പങ്ങളും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിന്റെ തനതായ സംവിധാനങ്ങളും ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടുകയാണ് ഇന്ത്യ. ജമ്മു കാശ്മീരിലെ ചില മേഖലകൾ വർഷങ്ങളായിട്ട് അവിടെയുള്ള റോഡ് ഗതാഗതവും റെയിൽ ഗതാഗതവും എത്താതിരുന്ന മേഖലകളെ ഇന്ത്യൻ റെയിൽവേ ഏകദേശം 1000-ലധികം കോടി രൂപ പണിതുകൊണ്ട് അല്ലെങ്കിൽ 1000-ലധികം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാക്കുമ്പോൾ ജമ്മു കാശ്മീരിന്റെ വലിയ വികസനമാണ് ഇന്ത്യൻ റെയിൽവേ ഇതിലൂടെ ലക്ഷ്യം
ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സൈനിക നീക്കങ്ങൾക്കും അതോടൊപ്പം തന്നെ ചരക്കു ഗതാഗതത്തിനും സ്പിരിച്വൽ ടൂറിസത്തിനും ഏറ്റവും വലിയ ഉദാത്ത മാതൃകയായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ച ചെനാബ് പാലവും അതുപോലെ ആൻജി പാലവും സംവിധാനവും. നിർമ്മാണ വൈഭവത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഈ രണ്ട് പദ്ധതികളും ഇന്ത്യൻ റെയിൽവേ ലോകത്തിനു മുൻപിൽ വരച്ചു കാട്ടുന്ന ഇന്ത്യൻ റെയിൽവേയുടെ വികസനത്തിന്റെ ഏറ്റവും ഉദാത്തമായ ദൃഷ്ടാന്തമായി മാറിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലേക്ക് വർഷങ്ങളായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അതിർത്തി കടന്നുള്ള ചെനാബ് പാലം തുറന്നുകൊടുത്തതോടെ അതുവഴി എന്തെല്ലാം സാധ്യതകൾ രാജ്യത്തിന് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിനുണ്ട്, എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകും എന്നതിന്റെ ഒരു വിശദീകരണമാണ് സജു തോമസ് ദില്ലിയിൽ നിന്ന് നൽകിയത്.